പ്രിയമുള്ളവരെ, ഈ കാലത്ത് വല്ലാണ്ട് സ്നേഹം വറ്റിപ്പോകുന്നൊരു കാലത്തിലാണ് ജീവിക്കുക. മതം, ജാതി, വർഗം, വർണ്ണം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ സ്നേഹത്തെ വല്ലാണ്ട് മുറിച്ചു കളയുന്ന നമ്മുടെ കർത്താവ് പറഞ്ഞ ദൈവം സ്നേഹമാകുന്നു എന്നാണ്, ഗോഡ് ഈസ് ലവ് എന്നാണ്. ആ സ്നേഹത്തെ മുറിച്ചു കളയാൻ വെമ്പി നിൽക്കുന്ന ഒരു വർത്തമാന കാലത്തിലാണ് നാം ജീവിക്കുക. ഇതുപോലെയുള്ള ചില മനുഷ്യരുടെ സ്നേഹത്തിന്റെ ഇടപെടലുകൾ കുറെ കൂടെ ആഴത്തിൽ ജീവിതത്തിന് അർത്ഥം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഇടയിൽ ചുറ്റുപാടുകൾ ജീവിക്കുന്ന മനുഷ്യരിലേക്ക് നമ്മുടെ സ്നേഹത്തിന്റെ ഒരു അംശം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്: ഏതൊരാളുടെയും സ്നേഹത്തിന്റെ ഒരു അംശം കരുണയായി ചൊരിയുമ്പോൾ അത് അനുഭവിക്കുന്നവർ സംതൃപ്തരാകുന്നു എന്നാണ് പറയാം. ഏതൊരാളുടെയും സ്നേഹത്തിന്റെ ഒരു അംശം കരുണയായി ചൊരിയുമ്പോൾ അത് അനുഭവിക്കുന്നവർ സംതൃപ്തരാകുന്നു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലത്ത് വല്ലാണ്ട് സ്നേഹം വറ്റിപ്പോകുന്നൊരു കാലത്തിലാണ് ജീവിക്കുക. മതം, ജാതി, വർഗം, വർണ്ണം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ സ്നേഹത്തെ വല്ലാണ്ട് മുറിച്ചു കളയുന്ന നമ്മുടെ കർത്താവ് പറഞ്ഞ ദൈവം സ്നേഹമാകുന്നു എന്നാണ്, ഗോഡ് ഈസ് ലവ് എന്നാണ്. ആ സ്നേഹത്തെ മുറിച്ചു കളയാൻ വെമ്പി നിൽക്കുന്ന ഒരു വർത്തമാന കാലത്തിലാണ് നാം ജീവിക്കുക. ഇതുപോലെയുള്ള ചില മനുഷ്യരുടെ സ്നേഹത്തിന്റെ ഇടപെടലുകൾ കുറെ കൂടെ ആഴത്തിൽ ജീവിതത്തിന് അർത്ഥം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഇടയിൽ ചുറ്റുപാടുകൾ ജീവിക്കുന്ന മനുഷ്യരിലേക്ക് നമ്മുടെ സ്നേഹത്തിന്റെ ഒരു അംശം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്: ഏതൊരാളുടെയും സ്നേഹത്തിന്റെ ഒരു അംശം കരുണയായി ചൊരിയുമ്പോൾ അത് അനുഭവിക്കുന്നവർ സംതൃപ്തരാകുന്നു എന്നാണ് പറയാം. ഏതൊരാളുടെയും സ്നേഹത്തിന്റെ ഒരു അംശം കരുണയായി ചൊരിയുമ്പോൾ അത് അനുഭവിക്കുന്നവർ സംതൃപ്തരാകുന്നു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലത്ത് വല്ലാണ്ട് സ്നേഹം വറ്റിപ്പോകുന്നൊരു കാലത്തിലാണ് ജീവിക്കുക. മതം, ജാതി, വർഗം, വർണ്ണം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ സ്നേഹത്തെ വല്ലാണ്ട് മുറിച്ചു കളയുന്ന നമ്മുടെ കർത്താവ് പറഞ്ഞ ദൈവം സ്നേഹമാകുന്നു എന്നാണ്, ഗോഡ് ഈസ് ലവ് എന്നാണ്. ആ സ്നേഹത്തെ മുറിച്ചു കളയാൻ വെമ്പി നിൽക്കുന്ന ഒരു വർത്തമാന കാലത്തിലാണ് നാം ജീവിക്കുക. ഇതുപോലെയുള്ള ചില മനുഷ്യരുടെ സ്നേഹത്തിന്റെ ഇടപെടലുകൾ കുറെ കൂടെ ആഴത്തിൽ ജീവിതത്തിന് അർത്ഥം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഇടയിൽ ചുറ്റുപാടുകൾ ജീവിക്കുന്ന മനുഷ്യരിലേക്ക് നമ്മുടെ സ്നേഹത്തിന്റെ ഒരു അംശം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട്: ഏതൊരാളുടെയും സ്നേഹത്തിന്റെ ഒരു അംശം കരുണയായി ചൊരിയുമ്പോൾ അത് അനുഭവിക്കുന്നവർ സംതൃപ്തരാകുന്നു എന്നാണ് പറയാം. ഏതൊരാളുടെയും സ്നേഹത്തിന്റെ ഒരു അംശം കരുണയായി ചൊരിയുമ്പോൾ അത് അനുഭവിക്കുന്നവർ സംതൃപ്തരാകുന്നു എന്നാണ് പറയുന്നത്.